നൽകിയിട്ടില്ല. എങ്കിലും അമ്മയില്ലാത്ത അവൾക്ക് വേറെ എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? ആഹാരത്തിനോ വസ്ത്രത്തിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ക്ഷേത്രത്തിലെ കാവിലോത്സവം നടത്തണമെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? അതെ. കാവിലേക്ക് രാജുവിനെയും രാജുവിന്റെ കുടുംബത്തെയും ചേട്ടൻ ക്ഷണിച്ചത് ഉത്സവം കൂടാനാണോ അതോ? ഹൃദയക്ക് രാജുവിനെ ഇഷ്ടമായതുകൊണ്ടും അവളുടെ ഇഷ്ടത്തിന് രാജുവിനെ അവൾ വിവാഹം കഴിച്ചതുകൊണ്ടും മാത്രമാണ് രാജുവിനെ ഞാൻ എന്റെ മരുമകനായി അംഗീകരിച്ചതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലല്ല ഏട്ടാ. നമ്മുടെ കുടുംബത്തിലെ കുട്ടിയെ വിവാഹം കഴിക്കാനുള്ള എല്ലാ യോഗ്യതയും രാജുവിനുള്ളതുകൊണ്ടാ ചേട്ടൻ രാജുവിനെ മരുമകനായി അംഗീകരിച്ചതെന്ന് എനിക്കറിയാം. പേരെടുത്ത തറവാട്ടിൽ ജനിച്ചവനല്ലെങ്കിലും ബാങ്ക് ബാലൻസിന്റെയും സ്വത്തിന്റെയും കാര്യത്തിൽ വളരെ പിന്നിലാണെങ്കിലും രാജുവിന്റെ സ്വഭാവ ഗുണവും കാര്യക്ഷമതയും ബോധ്യമായതുകൊണ്ട് ഋതുമോളുടെ ഭർത്താവായി രാജുവിനെ ചേട്ടൻ അംഗീകരിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ശരിയല്ലേ ഏട്ടാ? അതെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബ സ്വത്തുക്കൾ വീതം ചെയ്താൽ അതിലൊരു വലിയ പങ്ക് നിനക്കും അവകാശപ്പെട്ടതാണ്. പക്ഷെ ഒന്നും വീതം വെച്ച് മുറിച്ചു മാറ്റി നമ്മളൊക്കെ 4 വഴിക്ക് തിരിഞ്ഞു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? എനിക്കും അതേ അഭിപ്രായമേ ഉള്ളത് ഏട്ടാ. സ്വത്തുക്കൾ ഭാഗം വെച്ചാലും ഇല്ലെങ്കിലും